ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയിലെ എക്സാം ഇല്ലാണ്ട് ഒരു ജോലിക്ക് കയറാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ നേവി റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. ഷോർട്ട് സർവീസ് കമ്മീഷനിങ് എക്സിക്യൂട്ടീവ് ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് സർവീസ് ആണെങ്കിൽ തന്നെ നമുക്ക് 10+4 ഒരു 14 ഇയേഴ്സ് നമുക്ക് സർവീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Okay, applications are invited from unmarried eligible men and women candidate for grant or short service commissioning IT എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏഴിമലയിൽ വെച്ചിട്ടാണ് അതിന്റെ ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഏജിന്റെ അവർ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. SSC എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണ് വരുന്നത്. ബോൺ ബിറ്റ്വീൻ 1 ജനുവരി 2012 അതിന് 1 ജൂലൈ 2007 ഇടയിലായിരിക്കണം ബോൺ ജനിച്ചിരിക്കേണ്ടത്. പിന്നെ the candidates must have minimum 60% marks in ഇംഗ്ലീഷ് ഇൻ ക്ലാസ് 10 or 12, അതായത് 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 60% മാർക്ക് ലഭിച്ചിരിക്കണം. ദെൻ ഗ്രാജുവേഷനിൽ 60% ഓവറോൾ ക്വാളിഫയിങ് മാർക്കും കിട്ടിയിരിക്കണം. വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത് 15 വേക്കൻസിയാണ്. മെൻ ആൻഡ് വുമൺ ആണ്. ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 16 മെയ് മുതൽ ജൂൺ 1 വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത്. പിന്നെ ഇതിൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. MSc, BE, BTech, MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സോഫ്റ്റ്വെയർ സിസ്റ്റം, സൈബർ സെക്യൂരിറ്റി, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡേറ്റ അനലിറ്റിക്സ് ഓർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഓർ MCA വിത്ത് BCA അല്ലെങ്കിൽ BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യവും അതിന്റെ എലിജിബിലിറ്റിയെ പറ്റിയും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടേംസ് ഓഫ് സർവീസ് 14 ഇയർ എക്സ്റ്റൻഷൻ ബിയോണ്ട് 14 ഇയേഴ്സ് വിൽ നോട്ട് ബി ഗ്രാന്റഡ് ടു ഓഫീസ് സെലക്ടഡ് അണ്ടർ ദിസ് എൻട്രി ആണ്. എന്തായാലും 14 വർഷം എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ നേവിയിലെ ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് അത്യാവശ്യം നല്ല പോലെ സാലറി കിട്ടുന്നുണ്ട്. 50,000+ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ കയ്യിൽ പെർ മന്ത് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, പേ ആൻഡ് അലവൻസിനെ പറ്റിയാണ് പറയുന്നത്. 56,100 ആണ് എന്ത് പറയുന്നുള്ളത് അതിന്റെ പെർ മന്ത് സാലറി പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 56,100 രൂപ സാലറി കിട്ടുന്നുണ്ട്. ദെൻ അലവൻസുകളെ പറ്റി പറയുന്നുണ്ട്. ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ വേണമെന്നുള്ളവർ ഈ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ ഉള്ളത് നോക്കുക. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കേരളത്തിൽ തന്നെ ഇന്ത്യൻ നേവിയിൽ എക്സാം ഇല്ലാണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ എക്സാം ഇല്ലെങ്കിലും ഒരു ഇന്റർവ്യൂ അവർ ഫസ്റ്റ് സ്റ്റേജിൽ നടത്തുന്നുണ്ട്. ആ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. സോ എക്സാം ഇല്ലാണ്ട് ഇന്ത്യൻ നേവിയിൽ 14 വർഷം ജോലി ചെയ്യാനായിട്ട് സാധിക്കും. പെർ മന്ത് 56,000 രൂപ നമുക്ക് കയ്യിലും കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കാണ്ട് ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.